നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി ഗ്രാമത്തിലാണ്. ഇവിടെ 4-5 അമ്പലങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കൽപ്പാത്തി ഉത്സവം തുടങ്ങാണ്. കൽപ്പാത്തി തേര് ഈ ഗ്രാമത്തിലാണ്. ഇവിടെ അടുത്ത ആഴ്ച മുതൽക്കത് തുടങ്ങുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരം ഷോപ്പുകളും എത്രയോ ജനങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ രാവിലത്തെ നേരത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വൈകുന്നേരത്തെ നേരത്താണ് വരുന്നതെങ്കിൽ നമുക്കിത് നടക്കാനും കൂടി സ്ഥലം കിട്ടില്ല, അത്രയും തിരക്കായിരിക്കും. എന്തോ പറഞ്ഞത് അതിമനോഹരമായൊരു കാഴ്ച ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. പാലക്കാട് കൊല്ലങ്കോട് ഏറ്റവും അധികം പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം. അതിൻ്റെ അറ്റത്ത് അതിലും മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ ഗ്രാമീണ വഴികളിലൂടെ മെല്ലെ സഞ്ചരിച്ചാൽ നമുക്ക് നേരെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താം. ആ കാഴ്ചയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് പാലക്കാട് നിന്ന് ഒരു 37 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് 2 ഭാഗത്തും ചെറിയ ചെറിയ കടകളും ചായക്കടകളും അതുപോലെ തന്നെ ഷാപ്പിലെ ഊണിന് ഫേമസ് ആയ ഒരു സ്ഥലവും എല്ലാം ഉണ്ട്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് മിക്കവാറും എല്ലായിടത്തും ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡ് അനുസരിച്ച് നേരെ പോയാൽ മതി. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡുകൾക്കനുസരിച്ച് നേരെ പോയി കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾക്ക് സംശയം വരുന്നത് അവിടെയൊക്കെ ഇതേപോലെയുള്ള സൈൻ ബോർഡുകളുണ്ട്. ഇതൊരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നല്ല ഹോളിഡേയ്സിലും അങ്ങനെയുള്ള സീസണിലെ സമയത്തും ഒക്കെ നല്ല തിരക്കുള്ള ഭാഗം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2-3 കാളവണ്ടികൾ, നമ്മുടെ പഴമയുടെ ഓർമ്മയായ കാളവണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ ഒന്നിവിടെ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്ത് ആ ദൃശ്യം ഒന്ന് എടുക്കുകയാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, പോകുന്ന ആളുകളുണ്ട്. വളരെയധികം ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. തീർച്ചയായിട്ടും അവിടെ നല്ല തിരക്കുണ്ടാവും. എന്തായാലും ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ദൂരത്തുള്ള മലനിരകൾക്ക് ഇടയിലൂടെ ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ചെറിയ ചെറിയ ചാലുകളായിട്ട് ഒഴുകിക്കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്തരം ബോർഡുകൾ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് വഴി തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. റോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ഇടുങ്ങിയ റോഡുകൾ തന്നെയാണ്. കുറച്ച് വളരെയധികം ടാറിട്ട ഭംഗിയുള്ള റോഡുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതെന്തായാലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റോഡുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഈ 2 ഭാഗത്തുമുള്ള മരങ്ങൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായ ആ റോഡിലൂടെ നമ്മൾ ആ മലയുടെ താഴ്വാരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ
ആ വെയിലും ആ മേഘപടലങ്ങളും എല്ലാം കൂടി അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് മുൻപിൽ തീർക്കുന്നത്. മാത്രമല്ല ആ മലനിരകൾ ഇപ്പം നിങ്ങൾക്ക് ഭംഗിയായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിമനോഹരമായൊരു കാഴ്ച, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്നൊരു കാഴ്ച. ഇതാണ് മനോഹരമായ കാഴ്ച. പല ഭാഗത്തു നിന്നും, നല്ല മഴക്കാലം കൂടി ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നും നീർച്ചോലകൾ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഒഴുകി വരുന്ന ദൃശ്യം നമുക്ക് കാണാം. വളരെ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾക്ക് ആ മലനിരകളുടെ കിട്ടുന്നത്. കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം എല്ലാവിധ സീനിക് ബ്യൂട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായ ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. കൊല്ലങ്കോട്ടേക്ക് ഒരു യാത്ര വന്നാൽ പല രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഡെസ്റ്റിനേഷൻസും നിങ്ങൾക്ക് കാണാനുണ്ട്. ഇടത്തോട്ട് താമരപ്പാട് എന്നുള്ള ഒരു റോഡ് കാണാം. അതും തീർച്ചയായിട്ടും വളരെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും അതേപോലെ താമരപ്പാടവും ഒരേ ഭാഗത്ത് തന്നെ വന്നാൽ രണ്ട് ഭാഗത്തേക്കായിട്ട് നേരെ പോയാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്കും വലത്ത് ഭാഗത്തേക്ക് താമരപ്പാടത്തിൻ്റെ കാഴ്ചകളിലേക്കും പോകാവുന്നതാണ്. ഈ താമരപ്പാടത്തെ കാഴ്ച ആരെയും വളരെ വിസ്മയിപ്പിക്കുന്നതാണ്. കാരണം അവിടെ ഒരു പാർക്കിൽ എന്ന പോലെ ആ വരമ്പത്ത് കൂടെ നിറച്ച് പൂക്കൾ വെച്ച്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ ഈ വയലും ചളിയും ചേറും അതിലെ ചെറിയ ചെറിയ ജീവികളും അതുപോലെ തന്നെ കണ്ണെത്താ ദൂരമുള്ള നെൽകൃഷിയും കരിമ്പനയും അങ്ങനെ നമ്മളുടെ പ്രകൃതി സൗന്ദര്യം മുഴുവൻ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. അപ്പോൾ ഒന്ന് അവരെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. നമുക്കായാലും ഇത് വളരെ അന്യം നിന്ന് പോവാണല്ലോ. ആർക്കും വയലും അതുപോലെ തന്നെ ചളിയും ചേറും ജീവികളും എങ്ങനെയാണ് ഈ നെല്ല് അരി ഉണ്ടാവുന്നത്, ഇതൊന്നും കുട്ടികൾക്കും അറിയില്ല, പലർക്കും കാണാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു മസ്റ്റ് വിസിറ്റ് ഒരു സ്ഥലമാണ്. അധികം ദൂരമൊന്നുമില്ല പാലക്കാട് നിന്ന്. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വന്ന് കണ്ട് 20 രൂപ എൻട്രി ഫീ എടുത്തിട്ട് നമുക്കിവിടെ വന്ന് ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. ഇവിടെ ഈ വയലിൻ്റെ നടുവിലായിട്ട് ഒരു നല്ലൊരു ആനയുടെ പ്രതിമ അത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ജീവൻ തുടിക്കുന്ന ഒരു ശില്പം തന്നെ ആയിട്ടുണ്ടത്. ഈ മനോഹരമായൊരു കാഴ്ച കാണാൻ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. കൊല്ലങ്കോട് ഈ താമരപ്പാടത്ത് വന്ന് അതും ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ വന്നിരുന്ന് ഒന്ന് ആസ്വദിച്ച് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകണം. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മനോഹരമായൊരു കാഴ്ച ഈ ഭാഗത്ത് വന്നാൽ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം നന്നായിട്ടുണ്ട്.
ഇവിടെ ഇതുപോലെ നിറച്ച് പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ദൂരം നടക്കണം. ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് പോകാൻ, പക്ഷേ 4 വീൽ ഡ്രൈവൊക്കെ അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ ഹോം സ്റ്റേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വരുന്ന വഴി സാധാരണ കാറുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ റോഡുകളാണ്. കുറച്ച് ഈ റോഡിലേക്കുള്ള ടാറിട്ട റോഡല്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാറുകളൊക്കെ സൂക്ഷിച്ചിട്ട് തന്നെ വേണം വരാൻ. പിന്നെ ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കടകളും മറ്റുള്ള സ്ഥലം കാണിച്ചിരുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുകയാണ് നല്ലത്. ഇതൊരു തനി ഗ്രാമീണ മേഖലയാണെങ്കിലും ഇവിടെ നിറച്ച് പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി കൊടുന്നാൽ ഇടാനും ഒന്നും ബുദ്ധിമുട്ടില്ല. വരുന്ന വഴികൾ കുറച്ച് പാറക്കെട്ടുകളും ഇതൊക്കെ നിറഞ്ഞതാണ്. ബൈക്ക് അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാവും. അമ്മയും അച്ഛനും കൂടി നടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റുമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നടന്നു വരികയാണ്. അവിടെ ചോദിക്കുന്നുണ്ട് ഇനി കുറേ നടക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. എങ്ങനെയുണ്ടോ നടത്തം? അപാരം. ഇതൊരു നല്ല നടത്തം തന്നെ കേട്ടോ. വഹിക്കണവർക്ക് തിരക്കടില്ല, വയ്യാത്തവർക്കത് ഒരു കഷ്ടം തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുന്നത് ഒരു രസമല്ലേ? അതെ, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫസ്റ്റൊക്കെ എടുത്ത് നടക്കാം. ഇനി പോകണോടത്തോളം ഇത്രയും വയ്യാണ്ടായി. അപ്പോൾ വന്നത് നന്നായി. ഇത് നല്ലൊരു കാഴ്ച തന്നെ. ഇവിടെ മരങ്ങളും അധികം മാവാണ്. മാവുകളെ പലയിനം മാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് സൂപ്പർ. ചെറിയ ചാലുകളൊക്കെ ഇങ്ങനെ കാണാം നമ്മൾ പോണ വഴിക്ക്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക്കും മറ്റുമിട്ട് വൃത്തികേടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസസൊക്കെ നല്ല ഭംഗിയായി സൂക്ഷിക്കേണ്ടത് നമ്മളുടെയും കൂടി ഒരാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണെങ്കിലും നിറയെ മരങ്ങളുള്ളത് കൊണ്ട് നല്ല തണുപ്പ്. പിന്നെ ഞങ്ങളൊക്കെ കുട എടുത്തിട്ട് തന്നെയാണ് നടക്കുന്നത്. കാരണം നല്ല വെയിൽ ഉള്ള സമയമല്ലേ, അതുകൊണ്ട്. പിന്നെ ഇങ്ങനെയുള്ള റോഡുകളാണ് കയറാനും കുത്തനെയുള്ള കയറ്റങ്ങളും ഉണ്ട്. ഇതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ എത്താൻ. ബൈക്ക് കൊണ്ട് വരുന്നവർക്ക് ഇത്രയും ദൂരമൊക്കെ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കയറ്റങ്ങളിൽ കൂടെ വേണം ഇങ്ങനെ കയറിപ്പോവാൻ. വയസ്സായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ ഈ വഴികളൊക്കെ താണ്ടി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഏകദേശം അവിടേക്ക് എത്താറായി. ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. കൊടും കാടിൻ്റെ താഴ്വാരത്തിലായി നടുവിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാലോ, മിക്കവാറും നദികളൊക്കെ ഈ കാടുകളിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുക. ഏറ്റവും അധികം പ്യുവറസ്റ്റ് ആയിട്ടുള്ള വെള്ളവും മറ്റുമായിരിക്കും. വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഇറങ്ങാനും. കാഴ്ചകൾ കാണണമെങ്കിൽ, മനോഹരമായ കാഴ്ചകൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് അങ്ങനെയുള്ള ചെരുപ്പും മറ്റും ധരിച്ചിട്ട് വേണം, ട്രക്കിങ്ങിനൊക്കെയുള്ള പാകത്തിലുള്ളത് ധരിച്ചിട്ട് വേണം വരാൻ. ഇങ്ങനെ നമ്മളിതാ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തുകയും
അതിമനോഹരമായ കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഇങ്ങനെ പാറക്കെട്ടുകളിൽ തട്ടി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി താഴത്തേക്ക് ഒരു കുളമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ആളുകൾ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച കൊണ്ട് ആൾക്കാർക്ക് നിറയെ വരികയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ മനോഹരമായ സ്ഥലം. ഈ മുകളിൽ നിന്നാണ് വരുന്നത്. വേണമെങ്കിൽ ഇനിയും മുകളിലേക്ക് കയറി പോകാം. പക്ഷെ നമ്മളത് വയസ്സായ അച്ഛനും അമ്മയും കൊണ്ടൊക്കെ വന്നതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാൻ തന്നെ പണിയാണ്. മടങ്ങി വരുന്ന വഴിക്ക് മനോഹരമായ ആ സൺസെറ്റിൻ്റെ ദൃശ്യം, ആ മലയുടെ മുകളിലേക്ക് സൂര്യനെ ഇങ്ങനെ അസ്തമിക്കുന്നത്, അതും ഈ നെൽക്കളങ്ങളില്ലേ അതിൽ നെല്ല് എല്ലാം പരത്തി ഒക്കെ വൃത്തിയാക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ ഒരു മെതിക്കളത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കാണുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. നാല് പുറത്തും ഈ മരങ്ങളും അവിടെ നിന്ന് മലകളും, വലിയ മലകളും, അതിലുള്ള സൂര്യാസ്തമയവും, ആ ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിമനോഹരമായ ഈ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് തിരിച്ച് മടങ്ങാണ്.